നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ചയെയും കേരളത്തിലെ ഇടത് സർക്കാരിന്റെ വ്യവസായ നയങ്ങളെയും പ്രശംസിച്ച ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. പിണറായി സർക്കാരിന് കീഴിൽ വ്യവസായ രംഗത്ത് കേരളം നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് ശശി തരൂർ ഒരു ഇംഗ്ലീഷ് പത്രത്തിലെഴുതിയ ലേഖനമാണ് ഇപ്പോൾ തരൂരിനെതിരെയുള്ള നീക്കത്തിന് കാരണം. പിണറായി സർക്കാരിനെ പുകഴ്ത്തിയ തരൂർ നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ചയെയും പ്രശംസിച്ചിരുന്നു. തരൂരിന്റെ ലേഖനം വാർത്തയായതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. തരൂരിന്റെ പ്രശംസ പിടിവള്ളിയാക്കി മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുക കൂടി ചെയ്തതോടെ UDFന്റെ തലവേദന കൂട്ടി. ഇതിന് പിന്നാലെയാണ് തരൂരിനെതിരെ പാർട്ടിയിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നത്. ശക്തമായ ഭാഷയിൽ തരൂരിനെ തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനർ MM ഹസനുമടക്കം രംഗത്തെത്തിയപ്പോൾ തരൂരിനെതിരെ തുറന്നടിച്ച് K മുരളീധരൻ രംഗത്ത് വന്നു. പാർട്ടി നയം തള്ളി എല്ലാ കാര്യത്തിലും നേതാക്കൾക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാനാകില്ലെന്നും തരൂർ പാർട്ടിക്ക് വിധേയനാകണമെന്നും മുരളീധരൻ തുറന്നടിച്ചു. തരൂരിന്റെ നടപടി അച്ചടക്ക ലംഘനമാണ്. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണം. 4 തവണ ജയിപ്പിച്ച പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ തരൂർ മറന്നുവെന്നും മുരളീധരൻ വിമർശിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം പാർട്ടിയെ വിമർശിക്കാനുള്ള ആയുധമാക്കരുതെന്നും മുരളീധരൻ പറഞ്ഞു. വ്യക്തിപരമായി അഭിപ്രായം പറയണമെങ്കിൽ തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണമെന്ന് ഹസൻ അടക്കമുള്ളവരും പറഞ്ഞിരുന്നു. അതേസമയം പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ശശി തരൂരിനോടുള്ള നേതൃത്വത്തിന്റെ നിലപാടിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. തരൂരിനെ ഒട്ടും വിമർശിക്കാതെ വ്യവസായ മന്ത്രിയുടെ അവകാശവാദങ്ങളെ മാത്രം തള്ളിപ്പറഞ്ഞുള്ള KPCC അധ്യക്ഷന്റെ പ്രതികരണത്തോടെയാണ് ഭിന്നത രൂക്ഷമായത്. ചില നേതാക്കളും തരൂർ വിഷയത്തിൽ മൗനത്തിലുമാണ്. വിവാദങ്ങൾ തുടരുന്നതിനിടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്ത് വന്നു. കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്ന KPCCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റർ പങ്കുവയ്ക്കുകയാണ് തരൂർ ചെയ്തത്. എന്നാൽ പോസ്റ്റർ മണിക്കൂറുകൾക്കകം തരൂർ തന്നെ നീക്കം ചെയ്തു. പകരമിട്ട പോസ്റ്റിൽ CPM പരാമർശമേ ഇല്ലായിരുന്നു. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത് ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതാണെന്നും മാത്രമാണ് ആദ്യമിട്ട പോസ്റ്റിന് പകരമായി തരൂർ കുറിച്ചത്. ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടതിന്റെ 5ാം വാർഷിക ദിനത്തിലായിരുന്നു തരൂരിന്റെ അനുസ്മരണ പോസ്റ്റ്. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇതിനിടെ കേരളത്തിലെ വ്യവസായത്തെ സംബന്ധിച്ച് തെറ്റായ കണക്കുകളാണ് ഇടതു സർക്കാർ പറയുന്നതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശത്തെ എതിർത്ത് മന്ത്രി P രാജീവ് രംഗത്ത് വന്നു. വ്യവസായ നിക്ഷേപത്തിന് കേരളം മികച്ചതാണ്. കേരളീയരും കേരള വിരുദ്ധരും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒന്നും ഇവിടെ നടക്കരുതെന്നാണ് ഇവരുടെ ആഗ്രഹം. പ്രതിപക്ഷം നിയമസഭയിലാകാം, കേരളത്തിന്റെ പ്രതിപക്ഷമാകരുത്. കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഞങ്ങൾക്കുള്ളതല്ല, അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണം. അതിന്റെ പേരിൽ കേരളത്തെ കരുവാക്കരുതെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി.